നമസ്കാരം, എല്ലാവർക്കും ഗൗരി ശങ്കരത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഏറ്റവും വലിയ സ്ത്രീകളുടെ ആരാധന ആചാരങ്ങളിലൊന്നാണ് ആറ്റുകാൽ പൊങ്കാല. ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഒന്നിച്ച് ദേവിക്ക് സമർപ്പിക്കുന്ന ഈ മഹോത്സവം ഭക്തിയുടെയും ഐക്യത്തിൻ്റെയും പ്രതീകമാണ്. ആറ്റുകാൽ പൊങ്കാല എന്നത് ദേവിക്ക് സമർപ്പിക്കുന്ന ഒരു വിശുദ്ധ നൈവേദ്യമെന്നാണ്. മണ്ണുകൊണ്ട് ചെയ്ത ചൂളയിൽ അരി, ശർക്കര, തേങ്ങ എന്നിവ ചേർത്ത് പാകം ചെയ്യുന്ന പൊങ്കാല ദേവിക്ക് സമർപ്പിക്കുകയാണ് ഈ ആചാരം. പൊങ്കാല പൊങ്ങി വരുന്നത് സന്തോഷവും ഐശ്വര്യവും തരുമെന്ന വിശ്വാസമാണ് ഭക്തർക്കിടയിലുള്ളത്. ഭക്തിയോടെ ദേവിയെ പ്രാർത്ഥിച്ചാൽ ജീവിതത്തിലെ സകല ദുഃഖങ്ങളും തടസ്സങ്ങളും മാറുമെന്ന വിശ്വാസവുമുണ്ട്. ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല വരുന്നത് മാർച്ച് 3-ാം തീയതി ചൊവ്വാഴ്ചയാണ്. കൃത്യമായ അനുഷ്ഠാനങ്ങളോടെ വ്രതമെടുത്ത് മാത്രമേ പൊങ്കാല അർപ്പിക്കാവൂ എന്നാണ് വിശ്വാസം. പൊങ്കാലയ്ക്ക് മുൻപ് ഒരാഴ്ചയെങ്കിലും വ്രതം നോറ്റിരിക്കണം. അതിന് സാധിക്കാത്തവർ പൊങ്കാലയുടെ തലേ ദിവസം വ്രതം നോൽക്കേണ്ടതാണ്. അതിനെക്കുറിച്ചൊരു വീഡിയോ മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കണേ. നാളെ പൊങ്കാല അർപ്പിക്കുന്നവർ തലേ ദിവസം, അതായത് ഇന്ന് ഒരിക്കൽ മാത്രമേ അരി ആഹാരം കഴിക്കാവൂ. പൊങ്കാലയ്ക്ക് മുൻപ് കഴിവതും ക്ഷേത്ര ദർശനം നടത്തുക. ആറ്റുകാൽ പൊങ്കാല ദേവിക്ക് സമർപ്പിക്കുന്നവർ 9 ദിവസം മുൻപ്, അതായത് പൊങ്കാലയ്ക്ക് 9 ദിവസം മുൻപ് വ്രതം ആരംഭിക്കേണ്ടതാണ്. ഇനി അതിന് സാധിക്കാത്തവരൊക്കെ മാർച്ച് 1 മുതൽ 3-ാം തീയതി വരെയുള്ള 3 ദിവസങ്ങളിൽ വ്രതം ആചരിക്കാം. അതിനും സാധിക്കാത്തവർക്ക് തലേ ദിവസം, അതായത് ഇന്ന് വ്രതം ഇരിക്കാവുന്നതാണ്. ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ചുകൊണ്ട്, കഴിയുന്നവർ ഒരു നേരം മാത്രം ആഹാരം കഴിച്ചുകൊണ്ട് വ്രതം ഇരിക്കേണ്ടതാണ്. രാവിലെ എഴുന്നേറ്റ് കുളിച്ച്, വ്രതം പൊങ്കാല അർപ്പിക്കുന്നവർക്കറിയാം, രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വെളുത്ത വസ്ത്രം ധരിച്ച്, അല്ലെങ്കിൽ നമുക്ക് കഴിയുന്ന പോലെ കളർ കുറഞ്ഞ വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത്. നല്ല ഡാർക്കായിട്ടുള്ള നിറങ്ങളൊക്കെ ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു ദിവസം നന്നായി തന്നെ ദേവിയെ പ്രാർത്ഥിക്കുക. നമുക്ക് നാളെ പൊങ്കാല അർപ്പിക്കാനുള്ള ഒരു അനുവാദവും ദേവിയോട് നമ്മൾ ചോദിക്കേണ്ടതാണ്. രാവിലെ ഭഗവതിക്ക് വിളക്കൊക്കെ കത്തിച്ച് നമ്മുടെ വീട്ടിലുള്ള പുഷ്പങ്ങളൊക്കെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഭഗവതിയെ പ്രാർത്ഥിക്കാവുന്നതാണ്. വൈകുന്നേരവും വിളക്ക് തെളിക്കാൻ സാധിക്കുന്നവർ വിളക്ക് തെളിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഈ ഒരു ദിവസം നമ്മൾ ദേവിയോട് പ്രാർത്ഥിക്കുമ്പോൾ നാളെ നമ്മൾ അർപ്പിക്കാൻ പോകുന്ന പൊങ്കാല ദേവി സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മൾ കഴിയാനായിട്ട്. അതുപോലെ നാളെ പൊങ്കാല അർപ്പിക്കുന്ന സമയത്ത് ഒരു തടസ്സങ്ങളുമില്ലാതെ പൂർണ്ണമായ മനസ്സോടും പൂർണ്ണ ഭക്തിയോടും കൂടി ഭഗവതിക്ക് പൊങ്കാല അർപ്പിക്കാനുള്ള എല്ലാവിധ വഴികളും കാണിച്ചു തരണമേ എന്നും പ്രാർത്ഥിക്കണം. ഇനി നമ്മൾ പൊങ്കാല അർപ്പിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ അടുപ്പ് കൂട്ടുമ്പോഴും കലം വാങ്ങുമ്പോഴും, അതായത് മൺപാത്രങ്ങളാണ് നമ്മൾ പൊങ്കാല അർപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അത് വാങ്ങുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പൊങ്കാല അർപ്പിക്കുന്നതിനുള്ള അടുപ്പ് കൂട്ടുന്നതിന് മുൻപ് തന്നെ നമ്മൾ പൊങ്കാല അർപ്പിക്കാനുള്ള അടുപ്പിടുന്ന ഭാഗം വൃത്തിയാക്കി ചാണകവെള്ളം തളിക്കുകയോ അല്ലെങ്കിൽ ചാണകം കൊണ്ട് മെഴുകുകയോ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ അടുപ്പ് കൂട്ടാവുന്നതാണ്. കിഴക്ക് അഭിമുഖമായി വേണം നമ്മൾ അടുപ്പ് കൂട്ടാനായിട്ട്. ഈ അടുപ്പ് കൂട്ടുന്നതിന് ഉപയോഗിക്കുന്ന ഇഷ്ടികയും നമ്മൾ പുതിയതായിട്ടുള്ളത് എടുക്കേണ്ടതാണ്. പഴയതോ എവിടെയെങ്കിലും ഇരുന്ന് അഴുക്ക് പിടിച്ചതോ ആയിട്ടുള്ള ഇഷ്ടികയൊന്നും ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന മൺപാത്രങ്ങൾ, മൺകലമാണെങ്കിൽ അതും പുതിയതായിരിക്കണം. പൊട്ടിയതോ എന്തെങ്കിലും കേടുപാടുകൾ വന്നതോ ആയിട്ടുള്ള ഒരു പാത്രങ്ങളും ഉപയോഗിക്കാൻ പാടില്ല. ഇനി വീട്ടിലാണ് പൊങ്കാല നമ്മൾ അർപ്പിക്കുന്നത് എങ്കിൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിന് മുൻപിലായിട്ട് ഒരിക്കലും പൊങ്കാല ഇടാനുള്ള അടുപ്പ് നമ്മൾ കൂട്ടാൻ പാടില്ല. ഇടതുവശത്തോ വലതുവശത്തേക്കോ മാറി വേണം പൊങ്കാല ഇടാനുള്ള അടുപ്പ് കൂട്ടേണ്ടത്. പൊങ്കാല അടുപ്പിന് സമീപം തന്നെ ഗണപതിക്ക് ഒരുക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു നിലവിളക്കിന് മുൻപിൽ ഇലയിൽ അവില്, മലര്, പഴം, ശർക്കര എന്നിവയൊക്കെ ഗണപതിക്ക് സമർപ്പിച്ചിട്ട് വേണം നമ്മൾ പൊങ്കാല അർപ്പിക്കാനായിട്ട്. മാർച്ച് 3-ാം തീയതി രാവിലെ 9:45, അതായത് നാളെ രാവിലെ 9:45 ക്ഷേത്രത്തിലെ ഭണ്ഡാര അടുപ്പിൽ തീ പകരുന്നത്. അതേ സമയത്ത് തന്നെ വേണം നമ്മളും അടുപ്പിൽ തീ പകരാനായിട്ട്. നമ്മൾ കൊളുത്തി വെച്ചിരിക്കുന്ന നിലവിളക്കിൽ നിന്നും തീ പകർന്ന് വേണം നമ്മുടെ അടുപ്പിലേക്ക് തീ കത്തിക്കാനായിട്ട്. വെള്ളം തിളച്ചു മറിയുന്ന അടുപ്പിലേക്ക് നമ്മൾ അരി ഇടുന്ന സമയത്ത് ഈ ഒരു മന്ത്രം തീർച്ചയായും ചൊല്ലേണ്ടതാണ്. ഈ മന്ത്രം ഇപ്രകാരമാണ്: അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യ സിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതി. ഇനി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ വീട്ടിലോ ഒക്കെ പൊങ്കാല അർപ്പിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പൊങ്കാല അർപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം മറ്റൊരു ക്ഷേത്രത്തിലും അന്നേ ദിവസം പോകാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നാളെ ഗ്രഹണമാണ്. രാവിലെ 9:43 മുതൽ ഉച്ചയ്ക്ക് 2:20 വരെയുള്ള സമയത്താണ് പൊങ്കാല അർപ്പിക്കേണ്ടത്. ഉച്ചയ്ക്ക് ശേഷം ക്ഷേത്രം പോലും അടഞ്ഞു കിടക്കുന്ന സമയമാണ്. ഈ സമയത്ത് ആരും പൊങ്കാല അർപ്പിക്കരുത്. നാളത്തെ ദിവസം, അതായത് മാർച്ച് 3-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ പൊങ്കാല അർപ്പിച്ചതിന് ശേഷമുള്ള നൈവേദ്യം ക്ഷേത്രത്തിൽ നിന്ന് തരുന്ന അതേ സമയത്ത് തന്നെ നമുക്ക് പായസം കഴിക്കാവുന്നതാണ്.
ഇതിന് ശേഷം ഈ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ പായസം നൈവേദ്യ ചോറോ അല്ലെങ്കിൽ നൈവേദ്യ പായസമോ എടുത്തു വെച്ചിട്ട് പിന്നെ കഴിക്കാം എന്നുള്ള വിചാരത്തിലിരിക്കരുത്. ഉച്ചയ്ക്ക് ശേഷം ഗ്രഹണമായതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പായസത്തിൽ പോലും നെഗറ്റീവ് എനർജി ആയിരിക്കും, അത് വിഷമയമാകും. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം പായസമോ നൈവേദ്യ ചോറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പൊങ്കാലയ്ക്ക് ശേഷമുള്ള പായസം നൈവേദ്യം ദേവീക്ഷേത്രത്തിൽ അപ്പോൾ തന്നെ കഴിക്കാം. ഗ്രഹണത്തിന് മുന്നേ പായസം ആളുകൾക്കും അതുപോലെ പക്ഷി മൃഗാദികൾക്കുമൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതെടുത്ത് വയ്ക്കാനോ പിന്നീട് കഴിക്കാനോ പാടില്ല. പൊങ്കാല ഇടുമ്പോൾ കത്തിച്ചു വയ്ക്കുന്ന നിലവിളക്ക് നിവേദ്യം കഴിഞ്ഞാലുടൻ നമുക്ക് അണയ്ക്കാവുന്നതാണ്. അത് പുഷ്പം കൊണ്ട് വേണം അണയ്ക്കാനായിട്ട്. പൊങ്കാലയ്ക്ക് ശർക്കര പായസമാണ് പ്രധാനമായിട്ടുള്ളത്. വെള്ളപ്പാൽ പായസവും ഒക്കെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് മണ്ടപ്പുറ്റ്, തെരളി എന്നിവ കൂടി സമർപ്പിക്കാവുന്നതാണ്. ദേവിയുടെ പ്രധാന നൈവേദ്യങ്ങളിലൊന്നാണ് മണ്ടപ്പുറ്റ്, തെരളി എന്നിവയൊക്കെ. ഇതിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു നൈവേദ്യങ്ങൾ തയ്യാറാക്കാവുന്നതും ദേവിക്ക് സമർപ്പിക്കാവുന്നതുമാണ്. പൊങ്കാലയിട്ട കലങ്ങൾ ഒരിക്കലും നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി പാചകത്തിനായിട്ട് ഉപയോഗിക്കരുത്. അത് വൃത്തിയാക്കി അരിയിട്ട് വെക്കണം. എന്നും ചോറിനുള്ള അരിക്കൊപ്പം ഇതിൽ നിന്ന് ഒരു പിടി അരി കൂടി ഇട്ടാൽ അന്നത്തിന് മുട്ടുണ്ടാകില്ല എന്നൊരു വിശ്വാസം കൂടിയുണ്ട്. മുൻപ് പറഞ്ഞതുപോലെ നാളെ ചന്ദ്രഗ്രഹണം ആയതിനാൽ ഉച്ചയ്ക്ക് 3:10 മുതൽ വൈകുന്നേരം 7 മണി വരെ ക്ഷേത്രനട അടയ്ക്കുന്നതാണ്. ഇനി നാളെ നമ്മൾ പൊങ്കാല ദേവിക്ക് സമർപ്പിച്ച് കഴിഞ്ഞ് നൈവേദ്യവും ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നൈവേദ്യം ചെയ്യുന്നവർക്കും ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. നാളെ തന്നെ നമ്മുടെ വീട്ടിൽ നോൺ വെജോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. പിറ്റേ ദിവസം വേണം വ്രതം അവസാനിപ്പിക്കാനായിട്ട്. ഇനി ചില ആചാര്യന്മാരൊക്കെ പറയുന്നതനുസരിച്ച് നാളത്തെ ഒരു ദിവസം വൈകുന്നേരം കുളിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. വൈകുന്നേരങ്ങളിലും കുളിക്കുന്ന ശീലമുള്ളവർ അല്ലെങ്കിൽ നാളെ ദേവിയുടെ വ്രതമാണല്ലോ എന്ന് വിചാരിച്ച് വൈകുന്നേരം കുളിക്കാൻ നിൽക്കണ്ട. നാളത്തെ ഒരു ദിവസം നമ്മൾ പൊങ്കാല അർപ്പിച്ചതിൻ്റെ സർവ്വ ഐശ്വര്യങ്ങളും നമ്മുടെ ശരീരത്തിലും മനസ്സിലും നമ്മുടെ വീട്ടിലും ഒക്കെ ആയിട്ടുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് നാളത്തെ ഒരു ദിവസം വൈകുന്നേരം കുളിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നാളത്തെ പൊങ്കാലയോടനുബന്ധിച്ച് പറയാനായിട്ടുള്ളത്. ഇനി ഏതെങ്കിലും കാര്യങ്ങളിൽ സംശയമുള്ളവർക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പം നാളത്തെ ഈ ഒരു പൊങ്കാല ദിവസം എല്ലാവർക്കും തന്നെ ഭഗവതിയുടെ പൊങ്കാല അർപ്പിക്കാനായിട്ട് സാധിക്കട്ടെ എന്നും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഭഗവതിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്ന കൂട്ടുകാരെല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.